Good morning. Share ചെയ്തിരിക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. അവിടെ മുതലല്ലേ നമുക്ക് പഠിക്കാനുള്ളത്? ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു അല്ലെ? ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജസ് 7 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ശാരീരികമായ പരിശോധന. ചില ജോലിക്കൊക്കെ നമ്മൾ എന്താണ് ഫിസിക്കൽ ടെസ്റ്റുകൾ നിർബന്ധമാണ് അല്ലെ? ശാരീരികമായിട്ട് ആ ജോലിക്ക് അവൻ ഫിറ്റ് ആണോ, ഓക്കെ ആണോ അല്ലെ? ശാരീരികമായി അതിനുള്ള എബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ആ ടെസ്റ്റ് നടത്തുന്നത്. There are jobs that necessitate uncommon strength, tolerance and endurance. ചില ജോലികൾക്ക് എന്തായാലും നമ്മൾ അത്യാവശ്യമാണ് ഇത് ശക്തി, സ്ട്രെങ്ത്, ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ക്ഷമ. ചില ജോലികൾക്ക് സ്ട്രെങ്ത്തും സഹിഷ്ണുത, ക്ഷമ ഇതെല്ലാനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ? ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു സ്ട്രെങ്ത് വേണം. ഒട്ടും കഴിവില്ലാത്ത അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെയുള്ള ഹെവി വർക്കുള്ള ജോലിയിലേക്ക് ഇടാൻ പറ്റില്ല അല്ലെ? Okay, in candidates, medical or physical examination will help in examining whether or not they possess these required attributes of skill. Medical അല്ലെങ്കിൽ physical examination എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? Help in examining whether or not they possess the required skill. ഈ കഴിവുകൾ ഉണ്ടോ അല്ലെ? ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഈ സ്വഭാവം അല്ലെങ്കിൽ അവർക്ക് ഈ കഴിവുകൾ ഉണ്ടോ? ഏതൊക്കെ? സ്ട്രെങ്ത്, ടോളറൻസ്, എൻഡ്യൂറൻസ് തുടങ്ങിയ കഴിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. It highlights flaws not as a reason for dismissal. എന്താ പറഞ്ഞേക്കുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തിനാ ഹൈലൈറ്റ് ചെയ്യുന്നത്? അതൊരു ഡിസ്മിസ് ചെയ്യാനല്ല. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ആ കാൻഡിഡേറ്റ്സ് ഓക്കെ അല്ല, അവരെ ഡിസ്മിസ് ചെയ്യുക, അതിനെയല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഫ്ലോസ് എന്ന് വെച്ചാൽ പോരായ്മകള്. അപ്പൊ ഇത് ഡിസ്മിസലിലുള്ള പോരായ്മകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്, but as a helpful tool for selecting and transferring candidates as per their abilities. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്ഫുൾ ടൂൾ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. എന്തിനു വേണ്ടി? ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫറിങ് കാൻഡിഡേറ്റ്സ് ആസ് പെർ their abilities. ആ കാൻഡിഡേറ്റ്സ് അവരുടെ എബിലിറ്റീസ്, കഴിവുകൾ അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനും അവരെ ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള ഒരു ഹെൽപ്ഫുൾ ടൂൾ ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ as a helpful tool for selecting and transferring candidates as per their abilities. Underline ചെയ്യുക. The physical health of the candidates is examined either by the company's physician or by the medical officer appointed by the company. ആർക്കൊക്കെ ഈ ഫിസിക്കൽ ഹെൽത്ത് എക്സാമിനേഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും? കമ്പനിയുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ കമ്പനി. ആ കമ്പനി അപ്പോയിന്റ് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറിനോ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തോട്ടോ. കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ഹെൽത്ത് എക്സാമിൻ ചെയ്യുന്നത് കമ്പനിയുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ, ആ കമ്പനി അപ്പോയിന്റ് ചെയ്ത ഒരു മെഡിക്കൽ ഓഫീസറിനോ ചെയ്യാൻ പറ്റും. Candidates go through the physical fitness test after the selection decision and before the job offer is made. Candidates ഒന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത്? സെലക്ഷൻ ഡിസിഷൻ അതിനുശേഷമോ? അത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് ഇപ്പൊ എന്താ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ്, ആ ജോലിനനുസരിച്ചിരിക്കും. ചില ജോലിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടായിരിക്കും സെലക്ഷൻ ടെസ്റ്റ് വരുന്നത്. ഇപ്പൊ പോലീസിന്റെ ഫയർമാന്റെ ഒക്കെ അങ്ങനെയല്ലേ?
അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ ആദ്യം ഇമ്പോർട്ടന്റ് ആണ്. അത് നടത്തിയതിനു ശേഷമായിരിക്കും സെലക്ഷൻ ഡിസിഷൻ വരുന്നത്. അത് ആ ജോലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ പറഞ്ഞേക്കാൻ നോക്കിയേ, then candidates go through physical fitness test after the selection decision. സെലക്ഷൻ ഡിസിഷന് ശേഷം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലൂടെ കാൻഡിഡേറ്റ്സിന് പോകേണ്ടി വരാം. ആൻഡ് ബിഫോർ ദ ജോബ് ഓഫർ ഈസ് മെയ്ഡ്, അല്ലെങ്കിലോ ആ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നോ, ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ സെലക്ഷൻ ഡിസിഷന് ശേഷമോ കാൻഡിഡേറ്റ്സിന് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാം. അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജോലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ജോബ്, ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ചിലപ്പോൾ ആ സെലക്ഷൻ ടെസ്റ്റിന് മുമ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെലക്ഷൻ ടെസ്റ്റിനൊക്കെ ആ ഡിസിഷനൊക്കെ ശേഷമായിരിക്കും. Usually, a job offer is based on the condition that whether or not the applicant is physically fit. Right? Job offer എന്തിനെ ബേസ് ചെയ്തിട്ടാ? On the condition that whether or not the applicant is physically fit. അവരുടെ applicants physically fit ആണോ അല്ലയോ അതിനെ ബേസ് ചെയ്തിരിക്കും ആ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഫിസിക്കലി അത് ഓക്കെ ആണ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി നമുക്ക് കൊടുക്കാമല്ലോ, സെലക്ട് ചെയ്യാം. ഓക്കെ. The medical fitness test results are recorded in the statement and kept in personal record of the candidates. Underline ചെയ്തിട്ടോ, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നു. അല്ലേ? എന്നിട്ട് എവിടെ വെക്കുന്നത്? പേഴ്സണൽ റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ റെക്കോർഡ്സിൽ ആ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി അതിൽ റെക്കോർഡ് ചെയ്യുന്നു. As a result, physical examination is the most useful form of selection where the physical strength is of utmost important. Like physical examination is the most important tool ആണ് എന്തിന്? സെലക്ഷന്. അല്ലേ? ഒരു കറക്റ്റ് ഒരു ജോലി, ആ ജോലിക്ക് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഇത് നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ആ ജോലിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞ ചില ജോലികൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് യൂസ്ഫുൾ ഫോം ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പോലീസിലേക്ക് എടുക്കുകയാണ്, ഫിസിക്കലി അവർ ഓക്കെ അല്ലെങ്കിൽ പിന്നെ അവർ നമുക്ക് ടെസ്റ്റ് ഒക്കെ പാസ്സായി ശരി, പക്ഷെ അവർക്ക് ആ ഫിസിക്കൽ ടെസ്റ്റ് മസ്റ്റ് അല്ലേ? അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അത്രയും റിസ്ക് ആയിട്ടുള്ള ജോലികളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് ആ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണെങ്കിൽ അവര് ഇന്റലിജൻസ് അതുകൊണ്ട് മാത്രം പോരാ, അല്ലെങ്കിൽ ടെസ്റ്റ് മാത്രം പാസ്സായാൽ പോരാ, ഫിസിക്കലി അവരുടെ ബോഡി അതിന് ഓക്കെ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ പാരഗ്രാഫ്? ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അവിടെ മെത്തേഡുകൾ നോക്കുക കേട്ടോ. 4 മെത്തേഡ് ഏതൊക്കെയാണ്? ഫിസിക്കൽ എക്സാമിനേഷനുള്ള പല മെത്തേഡുകളാണ്. ഫസ്റ്റ് ആണ് ഡ്രഗ് ടെസ്റ്റിംഗ്, രണ്ടാമത്തെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്, അടുത്തതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്. ഓക്കെ, മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ഏതാ? ഡ്രഗ് ടെസ്റ്റിംഗ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്, ജെനറ്റിക് ടെസ്റ്റിംഗ്. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെയാണ് ഡ്രഗ് ടെസ്റ്റിംഗ്. അല്ലേ? ഇനി ഡ്രഗ്സ് എന്തെങ്കിലും ലഹരി കാര്യങ്ങള് അവര് കാൻഡിഡേറ്റ്സ് അതിന് അഡിക്റ്റ് ആണോ അല്ലെ, അല്ലെങ്കിൽ അതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് പ്രോഗ്രാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോഗ്രാം ആണ് പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then, for human resources and safety practitioner, drug testing has become a critical workplace safety problem. എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണേഴ്സ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്തിനാണ് അവര് ചെയ്യുന്നത്? എന്തിനാ? നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങള് അല്ലെ, പ്രശ്നങ്ങള് അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ലഹരി വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ ജോലിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, നോർമലി അവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല അല്ലെ, ഓർമ്മ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഒന്നും ശരിക്കും കറക്റ്റ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിയാണ് കൊടുക്കുന്നത്. ആ വർക്ക് പ്ലേസിൽ സേഫ്റ്റി
അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ് ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് നടത്തുന്നത്. The vast majority of the Fortune 500 corporation conduct the drug test as one of their method of physical examination. Fortune 500 corporation ഈ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന എന്താണ്, എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷന്റെ ഒരു മെത്തേഡ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഫിസിക്കൽ എക്സാമിനേഷന്റെ മെത്തേഡ്സ് ആണ്, അതിൽ വരുന്നതാണ് ഒരെണ്ണം ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Reducing the negative effect of the substance addiction in the workplace is the main objective of drug testing. Underline ചെയ്തത് എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? ഈ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത് കൊണ്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ആ ലഹരി വസ്തുക്കള് അല്ലെ, അതിന്റെയൊക്കെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ കുറയ്ക്കുക. അന്നതാണ് ഈ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സിന് ടെസ്റ്റ് നടത്തി ഓക്കെ ആണെങ്കിൽ നമുക്ക് സേഫ് ആണ് അല്ലെ, അവർ ആ ജോലിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സിനെയൊക്കെ നമ്മൾ എന്താ പറയാ ജോലിക്ക് കയറ്റി കഴിഞ്ഞാൽ അവിടുത്തെ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വർക്ക് പ്ലേസിലുള്ള ഈ ചില സബ്സ്റ്റൻസ്, അതായത് ഡ്രഗ്സിന്റെ അഡിഷൻ, അതിന്റെ ആ നെഗറ്റീവ് ഇഫക്റ്റ് അല്ലേ, അത് പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ, കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ അതിന്റെ ഒബ്ജക്റ്റീവ്. നെഗറ്റീവ് ഇഫക്റ്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, ഏതിന്റെയൊക്കെ രീതിയിലാണ് നെഗറ്റീവ് ഇഫക്റ്റ് വരുന്നത്? ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ആബ്സെന്റിസം. എന്താ, അവര് ആബ്സെന്റ് ആവുക അല്ലെ, അതായത് ഹാജരാകാതിരിക്കുക. ചിലപ്പോ ഒരു ദിവസം വരും, ചിലപ്പോ 4 ദിവസം വരില്ല, പിന്നെ ഒരു ദിവസം വരും, ചിലപ്പോ 2 ദിവസം വരില്ല. അങ്ങനെ റെഗുലർ ആയിട്ട് അവർ ചിലപ്പോ ജോലിക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാം. പിന്നെ ചാഡ്നെസ് എന്ന് വെച്ചാൽ കാലതാമസം വരാം. അവർക്ക് ആ ടൈം അവരിപ്പോ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അത്രയും ഫാസ്റ്റ് ആവുന്നില്ല, താമസം വരാം. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, അവര് കൊഴിഞ്ഞു പോക്ക്. ചിലപ്പോ കുറച്ചു ദിവസം നിന്നിട്ട് അവര് ജോലിയിൽ വേണ്ടാന്ന് വയ്ക്കാൻ വേണമെങ്കിൽ ജോലിയിൽ നിന്നുള്ള പിരിഞ്ഞു പോക്ക്. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, അവർക്കടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങള്, ഫ്രോഡ്, ചിലപ്പോ വഞ്ചന, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാം. ലോവർ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കുറയാം. ക്രൈം, കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ആൻഡ് വയലൻസ്, അക്രമമൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് ഇഫക്ട്സിൽ വരുന്നതാണ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അതിന് ഒബ്ജക്റ്റീവ്സ് അണ്ടർലൈൻ ചെയ്തിടുക, അതിന്റെ എന്തൊക്കെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് വരുന്നതെന്നുള്ളത് നോട്ട് ചെയ്തിടുക. ഇനി നോക്കിയേ, എംപ്ലോയേഴ്സ് ആർ അവെയർ ദാറ്റ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു പെർഫോം എ ജോബ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി ഗെറ്റ് റിഡ്യൂസ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം അല്ലെ, അത് കുറയ്ക്കുന്ന. അപ്പൊ അത് മൂലം എന്താ, ഈ ജോലിയുടെ എഫിഷ്യൻസി അല്ലെ, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, ഇതൊക്കെ കുറയാം അല്ലെ. അപ്പൊ അങ്ങനെ അതിന് ആ വ്യക്തികളെ അതിനൊരു അവയർനെസ് കൊടുക്കുക. അതാണ് എംപ്ലോയേഴ്സ് ആർ അവെയർ ദാറ്റ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു പെർഫോം ജോബ് അല്ലെ. അതായത് ആ എംപ്ലോയർ അവെയർ ആയിരിക്കണം. എന്താണ്, ഇങ്ങനെ ആ ഇല്ലീഗൽ ഡ്രഗ്സ് അതിന്റെ ആ ഒരു ഉപയോഗം, അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് എന്താണ്, ആ കാൻഡിഡേറ്റ്സിന് നല്ല എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ആ ഒരു എബിലിറ്റി അല്ലെ, അവർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു കഴിവുണ്ടാകും. അതായത് ഇത് അധികം ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അധികം ഉപയോഗിക്കാത്തവര് അവർക്ക് എന്താണ്, നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. നേരെ മറിച്ചോ അതൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എന്താ, അത് അത്ര നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, അവിടെ എംപ്ലോയേഴ്സ് വിൽ ബി റെസ്പോൺസിബിൾ. ഇനി ഞാൻ പറയട്ടെ, ഈ എംപ്ലോയറിനാണ് അവരുടെ ഉത്തരവാദിത്തം.
കാരണം എന്താ, അവരാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ നടത്തി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യില്ല അല്ലെ. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് ജോലിയിലേക്ക് അവരെ ഹയർ ചെയ്തു, നിയമിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നത്. അപ്പൊ ഉത്തരവാദിത്തം ആർക്കാണ്? എംപ്ലോയറിനാണ്. The employer will be responsible in situation where drug abusing employee cause harm to others or to the company's property. അപ്പൊ മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ, കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? എംപ്ലോയർ ഉത്തരവാദിത്തം പറയണം. എംപ്ലോയർ അല്ലേ നമ്മള് സെലക്ട് ചെയ്തത് അവരെ ഓക്കെ ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനിയിപ്പോ അതിനകത്ത് ഡ്രഗ് അബ്യൂസിങ് എംപ്ലോയീസ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ എംപ്ലോയർ ഉത്തരവാദിത്തം പറയണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മെനി ഡാഷ് വിൽ ബി റെസ്പോൺസിബിൾ. എംപ്ലോയറിനാണ് അവിടുത്തെ ഉത്തരവാദിത്തം. Then many employers demand that job candidates undergo the drug testing. Many employees demand that the job candidates undergo drug test. മിക്ക എംപ്ലോയേഴ്സും എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? അതുകൊണ്ട് എംപ്ലോയറിനായിരിക്കും അതിന്റെ കുറ്റം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ദാറ്റ് ജോബ് കാൻഡിഡേറ്റ്സ് അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റ്. ജോബ് കാൻഡിഡേറ്റ്സ് ഡ്രഗ് ടെസ്റ്റ് നടത്തണം. അല്ലെങ്കിൽ അത് അവരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എംപ്ലോയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. Employers have the option to reject the candidates who refuse to undergo the drug test. ഇനി എംപ്ലോയറിന് തന്നെ എന്ത് ചെയ്യാം? ഇനിയിപ്പോ നമ്മൾ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ട് അത് റെഫ്യൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനും ഈ എംപ്ലോയറിന് അവകാശമുണ്ട് അല്ലെ. എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. ഇനി അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാല് കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയറിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് എംപ്ലോയർ എന്തായാലും ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡ്രഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് അവര് അല്ലെങ്കിൽ നടത്തുമ്പോൾ അതിന് തയ്യാറാവുന്ന കാൻഡിഡേറ്റ്സ്, അത് റെഫ്യൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്, അവരെ ആ ജോലി അവിടെ എന്താണ് അതിൽ നിന്ന് റിജക്ട് ചെയ്യാനുള്ള അല്ലെ, റിജക്ട് ചെയ്യാനുള്ള ആ ജോലിയിലേക്ക് പിന്നെ അവർക്ക് നോക്കണ്ട. അതായത് അവരെ റിജക്ട് ചെയ്യാം. അതിനുള്ള റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷനും എംപ്ലോയേഴ്സിനുണ്ട്. എംപ്ലോയേഴ്സ് ഹാവ് ദ ഓപ്ഷൻ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സ് ഹു റിഫ്യൂസ് ടു അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റ്. അതും അണ്ടർലൈൻ ചെയ്തോണ്ട്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത്. ഓക്കെ, ലക്ഷ്മി, പ്രീതി, വെറ്റി ആരും തമ്പ് തന്നില്ല എനിക്ക്. ഓക്കെ, അല്ലെങ്കിൽ പ്രീതിയൊക്കെ ഫസ്റ്റ് തന്നെ തമ്പടിച്ചു വിടണേ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ക്ലാസ് ഒക്കെ തീരാറായല്ലോ. നിങ്ങൾ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ തന്നോ? നിങ്ങൾക്ക് വന്നിട്ടില്ലേ? വന്നോ? ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ആണ്. സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. അതായത് ഒരു ജോലിക്ക് കാൻഡിഡേറ്റ്സ് സ്ട്രെങ്ത് ആണോ, അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടോ, അതുപോലെ ഫിറ്റ്നസ് ഫിറ്റ് ആണോ എന്നുള്ളത് ഒരു പരിശോധന. സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. It is important for the employer to examine the strength or the fitness of the candidates for physically demanding job. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ജോലി, ഫിസിക്കലി ഡിമാൻഡിങ് ജോബിന് എന്താണെങ്കിലും എന്താണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് അതെന്തായാലും നിർബന്ധമാണ്. ഇപ്പൊ അതിനകത്തും എക്സാമ്പിൾ പോലീസിന്റെ കാര്യം പറയണ്ട് അല്ലെ. പോലീസിനെ ഒരു കള്ളനെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് വേണ്ടേ അല്ലെ. കള്ളനെ ഓടിച്ച് പിടിക്കണമെങ്കിൽ, കള്ളനൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളായിരിക്കും, മോഷ്ടിക്കാനൊക്കെ നടക്കുന്നത്. അപ്പൊ അവനെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ പോലീസിന് അതിനുള്ള ശക്തി വേണ്ടേ. പോലീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ പറയുന്നുണ്ട് അവിടെ എക്സാമ്പിൾ ആയിട്ട്. അതായത് ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്, ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ജോലിക്ക് എന്തായാലും സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തണം. Almost all the police and the fire department conduct fitness test for their candidates. Police, fire department, അവര് ഈ ഫിറ്റ്നസ് ടെസ്റ്റ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് അവരുടെ കാൻഡിഡേറ്റ്സിന് അവർ ചെയ്യും.
for steel workers, underwater demolition divers, and telephone and outdoor craft workers. Studies have shown that strength and fitness are positively linked to good training completion. ഇതൊക്കെ ഇവരെല്ലാവരും സ്റ്റീൽ വർക്കേഴ്സ്, അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ്, ടെലിഫോൺ ആൻഡ് ഔട്ട്ഡോർ ക്രാഫ്റ്റ് വർക്കേഴ്സ്, അവരൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ പഠനങ്ങൾ അനുസരിച്ച് എന്താ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് പോസിറ്റീവ്ലി ലിങ്ക്ഡ് ടു ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ. ഒരു നല്ലൊരു ട്രെയിനിങ് പൂർത്തീകരണം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതായത് നല്ലൊരു ഇതിൽ അവർ ഓക്കെയാണ്, നല്ലൊരു ട്രെയിനിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ആൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഒക്കറൻസ് ഓഫ് ലോവർ ബാക്ക് ഇഞ്ചറി. ലോവർ ബാക്ക് ഇഞ്ചറി അത് നെഗറ്റീവ്ലി അതെന്താ റിലേറ്റ് ചെയ്തേക്കുന്നത്, പോസിറ്റീവ്ലി എന്താണ് പറഞ്ഞത്, ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ ആണ് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഒക്കറൻസ് ഓഫ് ലോവർ ബാക്ക് ഇഞ്ചുറീസ്, താഴ്ന്ന പരിക്കുകള്, അത് നെഗറ്റീവ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ താഴെ പറയുന്നുണ്ട് കേട്ടോ, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റഡീസ് ഹാവ് ഇൻഡിക്കേറ്റ് ദാറ്റ് പേഴ്സൺ മാക്സിമം ഓക്സിജൻ അപ്ടേക്ക്. പഠനങ്ങളിൽ പറയുന്ന എന്താ, ഒരു വ്യക്തിയുടെ മാക്സിമം ഓക്സിജൻ അപ്ടേക്ക് ഓർ എയറോബിക് പവർ എത്രയായിരിക്കണം, ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2.5 times of the amount needed on a continuous basis over an 8-hour shift. ഒരു വ്യക്തിയുടെ പരമാവധി എയറോബിക് പവർ അല്ലെങ്കിൽ ഓക്സിജൻ അപ്ടേക്ക് പവർ 8 മണിക്കൂർ ഷിഫ്റ്റില് തുടർച്ചയായി ആവശ്യമായതിനേക്കാൾ കുറഞ്ഞത് 2.5 മടങ്ങെങ്കിലും ആയിരിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിപ്പോ വെറുതെ നോക്കി എക്സാമ്പിൾസ് പോലെ ഇങ്ങനെ കുറച്ച് പറഞ്ഞേക്കണമെന്നുള്ളൂ കേട്ടോ. As a result, person ability to perform a challenging job for a short period of time does not inherently imply that they are fit to perform the same job all day. എന്താ ലാസ്റ്റ് പറഞ്ഞേക്കണേ, ഒരു വ്യക്തി കുറച്ച് സമയത്തേക്ക് വലിയൊരു ചലഞ്ചിങ് ജോബ് അല്ലെ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് കുറച്ചൊരു നല്ലൊരു ചലഞ്ചിങ് ജോബ് പെർഫോം ചെയ്യാന് ആ വ്യക്തിക്ക് കഴിവുണ്ടെന്നുള്ളത് എന്താ, അതായത് കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് അവന് നല്ലൊരു ചലഞ്ചിങ് ജോബ് അല്ലെ, നല്ല ഉയർന്ന ഒരു ചലഞ്ചിങ് ജോബ് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അതെന്താ പറയുന്നത്, ആ ദിവസം മുഴുവനും അവർക്ക് അത് ചെയ്യാനുള്ള അല്ലെ, ആ ദിവസം മുഴുവനും ഓരോ ജോലി ചെയ്യാൻ അവൻ യോഗ്യനാണെന്ന് അർത്ഥമാക്കുന്നില്ല. ശരിയല്ലേ? അത് short period of time does not inherently imply that, അതൊക്കെ ഇംപ്ലൈ ചെയ്യാൻ പറ്റില്ല, that they are fit to perform the same job all day. ആ ദിവസം മുഴുവനും സെയിം ജോബ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അവൻ കുറച്ച് സമയത്തെ കാര്യം പറഞ്ഞേക്കുന്നേ. ഷോർട്ട് ടൈം പീരീഡ് ഓഫ് ടൈമില് ചലഞ്ചിങ് ജോബ് നിർവഹിച്ച വ്യക്തി അവര് എന്താ ആ ദിവസം മുഴുവനും സെയിം ജോബ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അല്ലെങ്കിൽ അതിന് നമ്മൾ അർത്ഥമാക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് അർത്ഥമാക്കുന്നില്ല. കുറച്ച് സമയത്തേട്ട് ഓക്കെ അവനത് ചെയ്യാൻ പറ്റി, പക്ഷെ ആ ദിവസം മുഴുവനും ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും അർത്ഥമാക്കുന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു അസംബിൾ എ സീരീസ് ഓഫ് വാലിഡ് ഫിസിക്കൽ ടെസ്റ്റ്. അതുകൊണ്ട് എന്താ, നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ അസംബിൾ ചെയ്യണം. അപ്പൊ അതാ നമ്മൾ പറഞ്ഞത്, ആ ജോലി നമ്മൾ ഫുള്ള് ചെയ്യുന്നെങ്കിൽ അത് കുറച്ച് സമയം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ദിവസം മുഴുവനും ചെയ്യാൻ ചിലപ്പോ അവന് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഫിസിക്കൽ ടെസ്റ്റ് ഇത്രയും വാലിഡ് എന്ന് പറയുന്നത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. The technique is based on the detailed job analysis followed by the development of accurate simulation of the job activities. ഈ ജോബ് അനാലിസിസിന്റെ അതിന്റെ ഡീറ്റെയിലില്ലേ വിശകലനം ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ജോബ് അനാലിസിസ്, അതിന്റെ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തിട്ട് ആ ജോലിയുടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ടെക്നിക്ക് ആയിരിക്കണം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതായത് എന്താ പറഞ്ഞേക്കുന്നത്, the technique is based on the detailed of job analysis followed by the development of accurate simulation of the job activity. ജോലിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യാൻ. അതായത് ഏത് ജോലിയാണോ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കിയേ, ഫയർ ഫൈറ്റർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, would have a drag 175 pound person down to fight of stairs. അതിനകത്ത് പറഞ്ഞേക്കണ്ട, ഒരു ഫയർ ഫൈറ്റർ 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ ഒരു സ്റ്റേഴ്സിലൂടെ, ഒരു പടിക്കെട്ടിലൂടെ വലിച്ചടിച്ച് ചിലപ്പോ അവന് താഴേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ. തീപിടുത്തോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 175 പൗണ്ട് ഭാരമുള്ള ഒരു വ്യക്തിനെ ആ സ്റ്റെയറിൽ കൂടെ ചിലപ്പോ വലിച്ചു കൊണ്ടുപോകേണ്ടി വരാം. ആ കോപ്പ് എന്ന് പറഞ്ഞ പോലീസാണ് കേട്ടോ, പോലീസ്. Cop might have run a mile faster than the offender. Offender ആരാ? കുറ്റവാളി, ക്രിമിനൽ. He or she is chasing while wearing 10 pounds of gear and body armor. അതുപോലെ പറഞ്ഞേക്കാണ്, ഒരു പോലീസുകാരന് 10 pounds ഗിയറും ബോഡി കവചവും ധരിച്ച് ഒരു കുറ്റവാളിയെ പിന്തുടരുന്നതിനേക്കാൾ ചിലപ്പോ അവനേക്കാളും 1 മൈല് ദൂരത്തില് ഓടേണ്ടി വരാം അല്ലെ. നമ്മള് ഇപ്പൊ ആ ഒഫൻഡറിനെ അല്ലെങ്കിൽ ആ ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ അതിനേക്കായി ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റിയെങ്കിലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അവർക്കുടെ പുറത്തേക്കടി ഒക്കെ ഓടിയിട്ട് കാര്യമുണ്ടോ? ആ ക്രിമിനലിനെ നമ്മൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ അയാൾ ഓടുന്നതിനേക്കാളും വേഗത്തിൽ ഓടാൻ കഴിയണം, എങ്കിൽ മാത്രല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ആ നമ്മള് ഇത് പറയുന്നത്, സ്ട്രെങ്ത് ഫിറ്റ്നസ് ടെസ്റ്റ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്ക് എന്താ പോലീസ്, ഫയർമാർക്ക് ഇതിനകത്തൊക്കെ എന്താ ആ ജോലിക്ക് നമുക്ക് ഇതുപോലെ സ്ട്രെങ്ത് ഫിറ്റ്നസ് ടെസ്റ്റ് മസ്റ്റ് ആണ്, അത് വേണം. എന്താ വെച്ചാൽ അവരെ നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ, പിടികൂടണമെങ്കിൽ എന്താണ് അവരെ മറികടന്ന് അല്ലെ, അവരെ നമുക്ക് പിടിക്കാൻ പറ്റണം. അപ്പൊ അത്രയും എന്ത് വേണം, നമുക്ക് സ്ട്രെങ്ത് വേണം. ഇറ്റ് ഈസ് also possible to use a proactive method for evaluating validation, objective measurement of heart rate. നമുക്കുണ്ടോ heart rate നോക്കൂ, ഓക്സിജന്റെ അശ്വസനം, uptake and other health metrics among current employees can be also included in the process. അപ്പൊ ഇതും കൂടി നമ്മൾ ആ ടെസ്റ്റില്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റില് ഇതും കൂടി ഉൾപ്പെടുത്തും. The objectives of measurement of ഹാർട്ടിന്റെ റേറ്റ്, ഹാർട്ട് റേറ്റ് നോക്കും, എത്ര പ്രാവശ്യം അത് നോക്കും, ഓക്സിജന്റെ അപ്ടേക്ക് ആൻഡ് അതർ ഹെൽത്ത് മെട്രിക്സ്, മറ്റുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. This knowledge should form the basis of the selecting test of endurance, flexibility, strength and aerobic ability. പിന്നെ അതുപോലെ പറഞ്ഞേക്കാണ്, അത് എന്താണ് എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കണം, this knowledge should be in the form of the basis for selecting the test of endurance, സഹിഷ്ണുത, ഫ്ലെക്സിബിലിറ്റി വഴക്കം, സ്ട്രെങ്ത് ശക്തി, എയറോബിക് എബിലിറ്റി, ഇതിനെ അടിസ്ഥാനമായിട്ടായിരിക്കണം എന്ത് ആ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കണം. Therefore, employer then frequent physical testing negatively impact female candidates. ഈ ഫിസിക്കൽ ടെസ്റ്റ്, ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിംഗ് ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നെഗറ്റീവ്ലി ഇമ്പാക്ട്, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത്രയും പറ്റില്ല, സ്ത്രീകളുടെ കാര്യത്തില് അത്രയും പുരുഷന്മാരുടെ അത്രയും വന്നില്ല, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. പോലീസിന് നമ്മളൊരു മെയിൽ ഇതിലേക്ക് സെലക്ഷനിലുള്ള ഫിസിക്കൽ ടെസ്റ്റും ഫീമെയിലിന്റെയും ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഇതാണ് ഈ ഫിസിക്കൽ ടെസ്റ്റിംഗ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. Therefore, employers should carefully establish and determine the validity and cut-off score of the test. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, എംപ്ലോയർ വളരെ ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ആൻഡ് ഡിറ്റർമിൻ the validity and the cut-off score of the test. Validity, cut-off score ശ്രദ്ധിച്ച് തന്നെ evaluate carefully അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മെയിൽസിന്റെ ഫീമെയിൽസിന്റെ കാര്യത്തിലൊക്കെ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ കട്ട് ഓഫ് മാർക്ക് ഒക്കെ അവിടെ കുറവായിരിക്കും.
അപ്പൊ അത് നമ്മൾ ആ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കെയർഫുള്ളി തന്നെ നമ്മളോ മെയിൽസിന്റെ ആണോ ഫീമെയിൽസിന്റെ ആണോ അതിനനുസരിച്ചും അതുപോലെ കട്ട് ഓഫ് സ്കോറും ഇതൊക്കെ അതിനനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അതിനകത്ത് നിന്ന് ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ അതിനകത്ത് എക്സാമ്പിളുകളും ഒക്കെ പറഞ്ഞേക്കുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, ഒന്നും രണ്ടും സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ എക്സാമ്പിളുകളും അതിന്റെ ഓരോ കാര്യങ്ങളും ഒക്കെയാ പറഞ്ഞേക്കുന്നത്. ഫയർ ഫൈറ്ററിന്റെ പോലീസിന്റെ കാര്യം ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി പിന്നെ ആണ് അടുത്ത ടെസ്റ്റ് ആണ് HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്. HIV AIDS ടെസ്റ്റിംഗ്. Due care is being taken by an employer of recruiting candidates having AIDS. Due care നമ്മൾ അതായത് HIV AIDS പേഷ്യൻസ് ആണോ എന്നുള്ളത് നമ്മൾ അതിന് എന്താണ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ അതിപ്പോ മിക്ക ഇതിലും നമുക്ക് മസ്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇനി വർക്ക് പ്ലേസിൽ എന്തെങ്കിലും അതുമൂലം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അവരോടൊരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ എന്താ പറഞ്ഞത് HIV AIDS ടെസ്റ്റ് ആ ടെസ്റ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഹാസ് ബീൻ taken by employer for recruiting candidates having AIDS. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ Canadian Current Human Rights Commission, Canadian Current Human Rights Commission short form കൊടുത്തിട്ടുണ്ട് കേട്ടോ. Policy states that the commission would not consider being HIV or AIDS free as a bona fide occupational necessity. BFOR അത് ജസ്റ്റ് ഒന്ന് നോക്കിയാലേ, or bona fide justification BFJ, unless it can be proved that being free from AIDS or HIV is essential for effective, productive and consistent performance of the job or to receive programs or the services. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ജോലിയുടെ നമ്മുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ഉൽപാദനക്ഷമത സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു പ്രകടനത്തിന് പെർഫോമൻസിനൊക്കെ അതുപോലുള്ള ആ പ്രോഗ്രാം അതിന്റെ ആ ജോലിയുടെ പെർഫോമൻസിനൊക്കെ അതിന് HIV അല്ലെങ്കിൽ AIDS പേഷ്യന്റിൽ നിന്ന് അവര് അതിൽ നിന്ന് ഫ്രീ ആവണം എന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു അത് ആവശ്യമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. കഴിയുന്നില്ലെങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെയാ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മള് അവർക്കുടെ ജോലിയിൽ അത് അങ്ങനെ ബാധിക്കുന്നില്ല. ഒരു HIV പേഷ്യന്റ് ആണ്, HIV ഒരു രോഗിയാണെന്ന് വിചാരിക്കാം, അല്ലെ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണ് HIV അല്ലെങ്കിൽ AIDS കാൻഡിഡേറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് അവരുടെ ജോലിയിൽ അത് ബാധിക്കുന്നില്ലെങ്കിൽ HIV അല്ലെങ്കിൽ AIDS രഹിതമാണ് അവര് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു കമ്മീഷനെ പറഞ്ഞേക്കണേ, കമ്മീഷൻ പരിഗണിക്കുന്നില്ല. അതായത് അവര് ഫ്രീ ആയിരിക്കണം എന്നുള്ളത്, AIDS അല്ലെങ്കിൽ HIV ഫ്രീ ആയിരിക്കണം എന്നുള്ളത് അവരത് പരിഗണിക്കുന്നില്ല. അതായത് അതാണ് കാനഡയിലെ ആ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, അവർക്ക് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് വേറെ പ്രത്യേകിച്ച് ഇപ്പൊ ജോലിയിൽ വല്ല ഇത് കാണിക്കോ അല്ലെങ്കിൽ വേറെ അത് ആ ഒരു ഇതുള്ളത് കൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് നോർമൽ ആസ് യൂഷ്വൽ അവരുടെ വർക്ക് അവര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞേക്കണേ, ആ ഒരു പൊസിഷനിൽ ഇരുന്ന കാൻഡിഡേറ്റ്സ് HIV അല്ലെങ്കിൽ AIDS ഫ്രീ ആവണം എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ന്യായീകരണം ഇല്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് നോക്കി താഴെ പറഞ്ഞിട്ടുണ്ട്, ദ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് HIV or AIDS ടെസ്റ്റിംഗ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൽ കാര്യമില്ല. എന്നുവെച്ചാൽ അവര് അതിപ്പോ അങ്ങനെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അവര് വേറെ ജോലിയിൽ വേറെ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലെ. അല്ലെങ്കിൽ അതിപ്പോ നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ ഒരാളെ പിടിച്ചത് കൊണ്ടോ ഒന്നും
അത് പകരുന്ന ഒരു രോഗമല്ല, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, HIV AIDS ടെസ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. According to them, these testing should be only to be performed in the situation where such medical condition may impact the job performance of the candidates. According to them, this testing should only be performed in the situation. ഏത് സമയത്ത് മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നേ. Such a medical condition may impact the job performance of the candidates. ആ കാൻഡിഡേറ്റ്സിന്റെ ജോലിയില്, അതിന്റെ ജോലി പെർഫോമൻസിൽ എന്തെങ്കിലും ഇമ്പാക്ട്, എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, HIV അല്ലെങ്കിൽ AIDS ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ നമ്മള് HIV ടെസ്റ്റ് ചെയ്യണമെന്ന് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ അറിയാം, ആ ടെസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ടെസ്റ്റ് എപ്പോഴാണ് അവര് പറയുന്നത്, അവരാണ് പറയുന്നത് ഏതെങ്കിലും ആ സിറ്റുവേഷൻ, അതായത് ആ കാൻഡിഡേറ്റ്സ് അവർക്കുടെ ആ ജോലിയുടെ പെർഫോമൻസിന് എന്തെങ്കിലും ഇമ്പാക്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും സ്വാധീനം, ഇപ്പൊ അവർ ചെയ്യുന്ന ജോലിയിൽ കുറവോ അല്ലെങ്കിൽ അങ്ങനെ നോർമലായിട്ട് ചെയ്യാൻ പറ്റാത്ത വേറെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പോ അവർക്കുടെ ജോലിയിലെ പെർഫോമൻസ് കുറയാണ്, അതിനെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആ കണ്ടീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ മേ ഇമ്പാക്ട് ജോബ് പെർഫോമൻസ്. കണ്ടോ, ആ ജോലിയുടെ പെർഫോമൻസിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മെഡിക്കൽ കണ്ടീഷൻ വരുന്ന ആ സിറ്റുവേഷനിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്, നാലാമത്തെ കേട്ടോ. ജെനറ്റിക് ടെസ്റ്റിംഗ് ഇതിനകത്ത് നിങ്ങൾ നമ്മുടെ ഷോർട്ട് ഫോമുകളില്ലേ അതൊന്ന് നോക്കി വെച്ചു കേട്ടോ. കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പിന്നെ അടുത്തത് ബോണാഫിറ്റ് ഓക്യുപേഷണൽ നെസസിറ്റി, പിന്നെ അതുപോലെ ബോണാഫിറ്റ് ജസ്റ്റിഫിക്കേഷൻ, ആ ഷോർട്ട് ഫോമുകൾ നോക്കാം. പിന്നെ വേറെ വേണമെങ്കിൽ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അവരെപ്പോഴും മെഡിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും ഇമ്പാക്ട് വരാണ് അല്ലെ, അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജോലി നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ എന്താ ആ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് HIV ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ എന്നുള്ളതാണ്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തേ. അടുത്തതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്. According to the Health Law Institute at the University of Alberta, then almost 24% of genetic specialists believe that the employer should have access to an employee's confidential medical records in order to determine whether the employee is likely to develop a genetic disease that could be costly to the employer. എംപ്ലോയറിന് ചെലവ് വരുന്ന, എംപ്ലോയറിന് ചെലവ് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇപ്പേ ജെനറ്റിക് ടെസ്റ്റ് ചിലർക്ക് പാരമ്പര്യമായിട്ടൊക്കെ തന്നെ വല്ല ആസ്മ രോഗികളോ അങ്ങനെയൊക്കെ ആവാം, ഇഷ്യൂസ് ആവാം. അപ്പൊ അവര് ആ കാൻഡിഡേറ്റ്സിനെ ജോലിയിൽ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ജെനറ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോംസ് അല്ലെ, അങ്ങനെ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ ജെനറ്റിക് ഡിസീസുകളാണ് പാരമ്പര്യമായി കിട്ടുന്നത്. അപ്പൊ അത് ജെനറ്റിക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് നമ്മളിപ്പോ പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഇതിലേക്ക് നമ്മള് അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ ജനറ്റിക്കലി ഒരു ഡിസീസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മളെ ജോലിക്ക് സെലക്ട് ചെയ്യാണ്. അപ്പൊ അവന് ആ ജോലിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ആസ്മയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാൻ പാടില്ലേ, ഞാൻ ഈ ജോലിയിലേക്ക് കയറിയതിന് ശേഷമാണ് എനിക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോമ്പൻസേഷൻ മേടിക്കാം അല്ലേ. അങ്ങനെ എല്ലാവരും മെഡിക്കലി അവര് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ വരികയാണെങ്കിൽ കമ്പനിക്കെതിരെ വേണമെങ്കിൽ ഇത് കൊടുക്കാം, കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഓൾറെഡി ആ ജെനറ്റിക് ടെസ്റ്റിംഗ് നടത്തിയിട്ട് അവർക്ക് നേരത്തെ ആസ്മ ഉണ്ടായിരുന്നു എന്നൊരു പ്രൂഫ് അവിടെ കാണിക്കുകയാണെങ്കിൽ കമ്പനിക്ക് കുഴപ്പം വരില്ലല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കമ്പനിക്ക് വരുന്ന ചെലവേറുന്ന ഒരു ജെനറ്റിക് ടെസ്റ്റ് എംപ്ലോയറിന് അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
ആ ജനറ്റിക് ഡിസീസുകൾ അയാൾക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് എംപ്ലോയറിന് എംപ്ലോയിയുടെ എന്ത് വേണം, ഒരു മെഡിക്കൽ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡുകൾ, അതിൻ്റെ ഉള്ള രേഖകൾ ലഭ്യമാക്കണം എന്നാണ് 24% ജനറ്റിക് സ്പെഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നത്. അതായത് ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് അവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നമില്ല അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു കേസിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയ കമ്പനിക്ക് നഷ്ടം കൊടുക്കേണ്ട ഒരു ഇതിലേക്ക് വന്ന അവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, ഇയാൾക്ക് ഓൾറെഡി അസുഖം ഉണ്ട്, അല്ലാതെ ഇവിടെ വന്നതിന് ശേഷമാണ് അസുഖം വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൂഫ് അവരുടെ കയ്യിൽ, ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എംപ്ലോയർ സൂക്ഷിക്കണം എന്നാണ് 24% ജനറ്റിക് സ്പെഷ്യലിസ്റ്റും അതാ പറയുന്നത്. ജനറ്റിക് ടെസ്റ്റിംഗ് ഈസ് ദ കണ്ടിന്യൂസ് ഇഷ്യൂ ദാറ്റ് പ്രപ്പോസ് സ്ക്രീനിങ് ഓർ മോണിറ്ററിംഗ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് ഫോർ ജനറ്റിക് പ്രോസ്പെരിറ്റി ടു ഇൽനെസ് caused by various workplace chemicals or substances. Underline ചെയ്തിട്ടേ. വിവിധ ജോലി സ്ഥലങ്ങളിലുള്ള രാസവസ്തുക്കളോ കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള വസ്തുക്കളോ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ജനിതക രോഗത്തിനായിട്ട് ജോബ് കാൻഡിഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിർദ്ദേശിക്കുന്നതാണ് ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രിപ്പൻസിറ്റി, പ്രവണത എന്നുള്ളൊരു മീനിങ് ആട്ടോ. ആ വർക്ക് പ്ലേസിലുള്ള പല കെമിക്കൽസോ സബ്സ്റ്റൻസോ അത് മൂലം എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാനുള്ളൊരു പ്രവണത അതുണ്ടോ എന്ന് ജോബ് ആപ്ലിക്കൻസിനെ മോണിറ്റർ ചെയ്യാൻ, അവരെ സ്ക്രീൻ ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ജനറ്റിക് ടെസ്റ്റിംഗ്, ജനറ്റിക് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഡാഷ് ടെസ്റ്റിംഗ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. ജനറ്റിക് മോണിറ്ററിംഗ് ഈസ് യൂസ്ഡ് ടു അലേർട്ട് ദ വർക്കേഴ്സ് ടു വർക്ക് പ്ലേസ് ടോക്സിൻ. അല്ലെ, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിക് വിഷപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കൊക്കെ അതിനെതിരെ വർക്കേഴ്സിനെ അലർട്ടാക്കാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ജനറ്റിക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജനറ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് ഇങ്ങനെ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് അവർക്കൊരു അലേർട്ടായിട്ടിരിക്കാനോ അല്ലെ, ആ ഒരു ഇതിലേക്കാണ് അല്ലെങ്കിൽ ഓൾറെഡി തനിക്ക് ആ രോഗമുണ്ട് എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജനറ്റിക് മോണിറ്ററിംഗ് ഈസ് യൂസ്ഡ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടു അലേർട്ട് ദ വർക്കേഴ്സ്, വർക്കേഴ്സിനെ അലേർട്ട് ആക്കാൻ, ടു വർക്ക് പ്ലേസ് ടോക്സിൻ, ടു വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് അതിന് എതിരായിട്ട് അവർക്ക് അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. However, genetic screening is used to identify hereditary disease to workplace hazards. Genetic screening എന്തിനാ ഉപയോഗിക്കുന്നത്? is identify hereditary, പാരമ്പര്യമാകുന്ന രോഗങ്ങള് അല്ലെ, പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന രോഗങ്ങള് to workplace hazards. അത് മൂലം വർക്ക് പ്ലേസിൽ ഉള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഹെറിഡിറ്ററി ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറ്റിക് സ്ക്രീനിങ് ഉപയോഗിക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ്. ഇത് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ആണ്, എംപ്ലോയ്മെന്റ് ജോലി തൊഴിലിന് മുന്നുള്ള ജോലി ലഭിക്കുന്നതിന് മുന്നുള്ള ടെസ്റ്റ് ആണ്. ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ആൻ എംപ്ലോയർ. അല്ലെ, ആ എംപ്ലോയറിനാണ് റിസ്ക്. അയാൾക്ക് ആ ജോലി കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ചിലപ്പോ എംപ്ലോയറിനായിരിക്കും. ആ ഒരു പൊസിഷനിലേക്ക് ജോലി കൊടുക്കുന്ന എംപ്ലോയറിനായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഫോർ ദോസ് വർക്കേഴ്സ് ഹു ഹാവ് ടു ഇൻഹെറിറ്റഡ് സെൻസിറ്റിവിറ്റി വിൽ നോട്ട് ബി ഹിയർഡ് അറ്റ് ദ ലീഡ് ബാറ്ററി പ്ലാന്റ്. ലീഡ് ബാറ്ററി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനങ്ങൾക്കുള്ള ബാറ്ററികള് അതൊക്കെ നിർമ്മിക്കുന്ന ഒരു വലിയൊരു സൗകര്യമാണ് ലീഡ് ബാറ്ററി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു സെൻസിറ്റിവിറ്റി അതിലൊക്കെ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആളുകളെ ആണെങ്കിൽ അങ്ങനെയുള്ള ലീഡ് ബാറ്ററി പ്ലാന്റ് ആ ഒരു പ്ലേസിലേക്ക് അവര് ഹിയർ ചെയ്യൂല. അപ്പൊ അതായത് ആസ്മ പേഷ്യൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ നമ്മള് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്കൊന്നും ആ ഒരു ജോലിയിലേക്കൊന്നും നമുക്ക് എന്താ അവിടേക്ക് അവരെ ഇടാൻ പറ്റില്ല അല്ലെ, ഇതാക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ
അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ആ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് അതിനെതിരെ വർക്കേഴ്സിന് അലർട്ടായിട്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പാരമ്പര്യ ഹെറിഡിറ്റി ഡിസീസ്, പാരമ്പര്യമായി കിട്ടുന്ന രോഗങ്ങള്, ജനിത രോഗങ്ങള്, അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്തം എംപ്ലോയറിന് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ആ ചെലവ് കോമ്പൻസേഷൻ കാര്യങ്ങൾ എംപ്ലോയർ കൊടുക്കേണ്ടി വരും. അവനെ ആ ഒരു നല്ല പൊടി ഇതുള്ള ജോലിയിലേക്ക് ഒരു ആസ്മ പേഷ്യന്റിനെ കൊണ്ടുവന്ന അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അസുഖമൊന്നുമില്ലേ. അപ്പൊ അത് നോക്കിയിട്ട് അവർക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരു ജോലിയിലേക്ക് വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ 4 തരത്തിലുള്ള ടെസ്റ്റുകളാണ് പറയുന്നത് കേട്ടോ. ഇത് ഫിസിക്കൽ എക്സാമിനേഷൻ, മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ, ഡ്രഗ് ടെസ്റ്റിംഗ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്, ദെൻ ജനറ്റിക് ടെസ്റ്റിംഗ്. ഇനി അടുത്തതാണ് ഒരു ചെറിയ കാര്യം കൂടി ഉള്ളൂ. റെഫറൻസ് ചെക്ക് മുതൽ നിശാമാമിക്ക് എടുത്തില്ലേ? അവിടെ തുടങ്ങി. ഓക്കെ, ഇനി ഇത്രയും കൂടി ഉള്ളൂ നമുക്കുള്ള സെക്ഷൻ കേട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി സിഗ്നിഫിക്കൻസ് എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷന്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് എലിമിനേറ്റ് ദ കാൻഡിഡേറ്റ് that are not physically able to perform basic function of the job. ആ ജോലിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത അല്ലെ, നോട്ട് ഫിസിക്കലി ഏബിൾ ശാരീരികമായി കഴിവില്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ശരിയല്ലേ? പോലീസ് സെലക്ഷനിൽ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ എക്സാമിനേഷൻ വേണം. ഒരു എല്ല് പോലെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അയാളും ബ്രില്യന്റ് ആണ് കേട്ടോ, എക്സാം ഒക്കെ ഓക്കെയാണ്, ഫുള്ള് ഇതൊക്കെയുണ്ട്. പക്ഷെ ഫിസിക്കൽ ടെസ്റ്റ് വരുമ്പോ അങ്ങനെ ഒത്തിരി പേര് ഒഴിവാക്കുന്നില്ലേ, എലിമിനേറ്റ് ആവുന്നില്ലേ അല്ലെ? ഫിസിക്കലി കിട്ടിയില്ല എന്ന് പറയും. അവർക്കുടെ ബോഡി അതിനെ ഓക്കെ ആവണ്ടേ, ഫിസിക്കലി അവര് ഓക്കെ ആണോ ആ ഒരു ജോലിക്ക് അല്ലെ? ആ ജോലിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഫിസിക്കലി ഏബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ സഹായിക്കുന്നു. ക്ലിയർ ആയില്ലേ പറയണത്? ഫിസിക്കലി ഏബിൾ അല്ലാത്ത ആളിനെ അവരെ എലിമിനേറ്റ് ചെയ്യാൻ. അടുത്ത് നോക്കിയേ, എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് ആർ ഡിസ്കവേർഡ് ബൈ ഫിസിക്കൽ എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സ്. ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഡിസബിലിറ്റീസ്, എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളോ ഇതൊക്കെ ഡിസ്കവർ ചെയ്യാനായിട്ട് ഫിസിക്കലി എക്സാമിനിങ് ദ കാൻഡിഡേറ്റ് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ സാധിക്കും. ഇപ്പൊ നമുക്ക് നിലവിലുള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ്, വൈകല്യങ്ങള് അതൊക്കെ അറിയാനായിട്ടും ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് ഹയറിംഗ് ഇറ്റ് ഹെൽപ് ദ ഓർഗനൈസേഷൻ ടു ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ എംപ്ലോയീസ് ഹെൽത്ത് അല്ലെ? നിയമന സമയത്ത് ഹയറിംഗ് ടൈമില് ഓർഗനൈസേഷന് ഈ എംപ്ലോയീസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും സഹായിക്കുന്നു. It helps the organization to gather information related to the employee's health. എംപ്ലോയിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. The main objective behind physical examination is to save companies from various legal and ethical matters related to workmen's compensation. Main objective എന്താണെന്നാണ് പഠിച്ചേ? Main objective. The main objective behind the physical examination is to save companies. കമ്പനീനെ രക്ഷിക്കുക, സേവ് ചെയ്യാം. എങ്ങനെ? from various legal and ethical matters. നിയമപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ related to workman's compensation. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അല്ലെ, അയാൾക്ക് ജോലി നമ്മൾ കൊടുത്തു, അവിടെ ആ ജോലി ചെയ്തതിനു ശേഷം അയാൾക്ക് രോഗം വന്നപ്പോ അയാൾ പോയി പറയാണ്, അതെ കോമ്പൻസേഷൻ വേണം, എനിക്ക് ഇത്രയും രൂപ ചെലവായി, ഞാൻ ഇവിടെ ജോലിക്ക് കയറിയതിനു ശേഷമാണ് എനിക്ക് അസുഖം വന്നതെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ അത് അങ്ങനെ ആ കോമ്പൻസേഷൻ കൊടുക്കാതെ അങ്ങനെ ലീഗൽ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ടു ഏതാണ്
ഇങ്ങനെ വർക്ക്മാൻസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നൊക്കെ സേവ് ചെയ്യാൻ കമ്പനി രക്ഷിക്കുന്നു. അങ്ങനെ അതെന്താ പറയാ, നമ്മൾ നമ്മുടെ കയ്യിൽ ആ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അതിന്റെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പ്രൂഫാണ്. അവർ ഏത് കേസിന് പോയാലും നമ്മുടെ ഇത് കറക്റ്റ് പ്രൂഫ് ഉണ്ട്, ഓൾറെഡി അയാൾക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെ. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ അതാണ് അടുത്തത്. ആ ഒരു പോയിന്റ്, മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ ഫിസിക്കൽ എക്സാമിനേഷൻ ഈസ് സേവ് കമ്പനീനെ സേവ് ചെയ്യാനായിട്ട് അല്ലെ. സേവ് ചെയ്യാൻ എന്തിൽ നിന്ന്? പലതരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക്മാൻസ് കോമ്പൻസേഷൻ. അടുത്ത നോക്കിയേ, those infected with the deadly disease are excluded from recruitment. അല്ലെ, അധികം മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളെ എക്സ്ക്ലൂഡഡ് ഒഴിവാക്കുന്നു, റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കുന്നു. ഒട്ടും വയ്യാത്ത ആളുകൾ അല്ലെ, ഒത്തിരി മാരകമായിട്ടുള്ള രോഗങ്ങളുള്ളവരെ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ഇതാണ് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി മാരകമായിട്ടുള്ള രോഗമാണ്, അവരെ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു, അവരെ ഒഴിവാക്കുന്നു. മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരെ ഒഴിവാക്കുന്നു. അടുത്ത നോക്കിയേ, it to protect the job applicants from pertaining job that are dangerous and prejudicial to their health. ഇത് ജോബ് ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പെർഫോമിംഗ് ജോബ്സ് ആർ ഡേഞ്ചറസ്, അതായത് നമ്മുടെ ഈ എന്തെങ്കിലും പ്രിജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ദോഷകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള അല്ലെ, അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലി നിർവഹിക്കുന്നതിൽ നിന്നും ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ജോലിക്ക് സെലക്ട് ചെയ്യുള്ളൂ. അതാണ് അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് candidates in accordance with their health issues. കണ്ടോ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ ആ സ്ഥലത്തേക്ക് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, candidates with chronic bronchitis ഉള്ളത് അവരെന്ത് ചെയ്യുന്നു? will be placed in the job with less exposed to have too high level of dust and irritating fumes. അല്ലെ, അധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പൊടികളോ അല്ലെങ്കിൽ പുകകളോ പൊടികളോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അല്ലെ, ഇപ്പൊ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അവരെ നിയമിക്കില്ല അല്ലെ, അവരെ അവിടെ നിന്ന് മാറ്റും. അങ്ങനെയുള്ള പ്ലേസിലേക്ക് അങ്ങനെയുള്ളവരെ ആ ഒരു ഇതിലേക്ക് ഇതിലേക്ക് അവരെ കയറ്റില്ല. അതായത് കാൻഡിഡേറ്റ്സിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുസരിച്ച് തന്നെ അവരെ നിയമിക്കാൻ സഹായിക്കുന്നു. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിനെ ഒരിക്കലും പ്ലേസ് ചെയ്യുന്നില്ല ആ ഒരു ഏരിയയിലേക്ക്. ഒരു ഹൈ ലെവൽ ഡസ്റ്റോ കൂടുതൽ പുകയോ നമ്മുടെ ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ്, ഫ്യൂം എന്ന് പറഞ്ഞാൽ പുക, ഇറിറ്റേഷൻ ഉണ്ടാകുന്ന പൊടി കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആ രോഗമുള്ള കാൻഡിഡേറ്റ്സിനെ അവരവിടേക്ക് ഹയർ ചെയ്യില്ല, നിയമിക്കില്ല. അതായത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? അപ്പൊ ഇവിടെ വരെയായിരുന്നു എനിക്ക് തന്ന പോർഷൻ. ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ തീർത്തിട്ടുണ്ട് ക്ലാസ് കേട്ടോ. ഇനി നാളെ നിഷാ മാം ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇന്ന് വരെ ഉണ്ടെന്നുള്ളത് ഇവിടെ അറിയിക്കും. ഇനിയിപ്പോ നെക്സ്റ്റ് എനിക്ക് തേഴ്സ്ഡേ വരുന്നത് ക്ലാസ്. അപ്പോ ഇനി അതിനു മുന്നേ തീരും എങ്ങനെയാണെന്ന് അറിയില്ല. അവർക്കിടെയും കൂടി ഉണ്ടല്ലോ, നിഷാ മാമിന്റെയും സോണി മാമിന്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ വരെ എടുക്കാനാണ് തന്നത്. അപ്പൊ പിന്നെ റെഫറൻസ് ചെക്ക് മുതൽ നിഷാ മാം ഇതിന്റെ എടുത്തു പോയല്ലോ. അപ്പൊ ഇന്നുകൊണ്ട് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി എന്താ പറയാ, ഇനി നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇനി ഞാൻ വരുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് എല്ലാവരോടും പറയാണ്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഇന്നുവരെ ക്ലാസ് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് തരും. ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന കുട്ടികളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സ്ക്രീന് ഇവിടെ വീഡിയോ ഓഫ് ആയിരുന്നല്ലോ, നിങ്ങളുടെ വീഡിയോ ഓഫ് ആക്കി സൗണ്ട് മ്യൂട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കോൺവെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടണോട്ടെ. പേരുകൾ മാത്രമേ അറിയുള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ.
മനസ്സിലാവോ? ഇനിയിപ്പോ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന പോലെ അല്ല. അത് പല കുട്ടികളും കോൺവെക്കേഷൻ വരുമ്പോൾ പറയാൻ കേട്ടോ, അയ്യോ മിസ് ഇതുപോലെ അല്ല കാണാൻ, നേരിട്ട് കാണാൻ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയും. അത് ഈ നമ്മുടെ ക്യാമറയുടെ ചിലപ്പോൾ കുഴപ്പമൊക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ വന്ന് ഞങ്ങളോട് സംസാരിക്കണം കേട്ടോ. പേര് മാത്രമേ അറിയുള്ളൂ, പേര് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ ഞാൻ വരുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാട്ടോ. ഇനിയിപ്പോ വ്യാഴാഴ്ച ക്ലാസ് എങ്ങനെയാണ് എനിക്ക് തന്നേക്കുന്ന പോർഷൻ ഇന്നുകൊണ്ട് തീർത്തിട്ടുണ്ട്. അപ്പോ വേറെ എന്താണ്, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മിടുക്കരൊക്കെ ആയിട്ടിരിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാം വരേക്കേ നിങ്ങളിപ്പോ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ 1 മണിക്കൂറല്ലേ നമ്മൾ രാവിലെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 10:30 കയറി കഴിഞ്ഞാൽ 11:30 വരെ ആ ഒരു ടൈം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഇത്രയും കുറെ തിരക്കുകളിലൊക്കെ ഇടയിലാണ് നിങ്ങൾ ഈ ഒരു മണിക്കൂർ അല്ലെ, ഈ 1 hour നിങ്ങൾ അതിനു വേണ്ടി ചെലവാക്കിയത് ക്ലാസ്സിന് വേണ്ടി. അപ്പൊ ക്ലാസ് ഒക്കെ തീർന്നാലും നിങ്ങൾ ആ സമയം ക്ലാസ് തീർന്നിട്ടില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ആ ഒരു 1 മണിക്കൂർ കറക്റ്റ് ആയിട്ടിരുന്ന് പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, സിമ്പിൾ ആണ്. ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഓപ്ഷൻ നോക്കി ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താണ്, എപ്പോഴും മ്യൂട്ട് ചെയ്ത് തന്നെയല്ലേ എടുക്കുന്നത്. ഇനിയിപ്പോ വേറെ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സാമിന്റെ കാര്യങ്ങൾ അതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരും കേട്ടോ. ചിലപ്പോ ഇനി എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റുമോന്ന് അറിയില്ല. അതായത് ഇന്നത്തോടുകൂടി എനിക്ക് തീർന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഹാപ്പി ആണോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഓക്കെ ആയിരുന്നോ? പ്രീതികുട്ടിയാണോ പറയുന്നത്? പ്രീതിയൊക്കെ ഫസ്റ്റ് നമ്പറുള്ള കുട്ടിയാണ്. ലക്ഷ്മി, പ്രീതി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കരുത്. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, നേരിട്ട് കാണല്ലോ. അപർണ ഓക്കെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾ ഇന്ന് പഠിക്കുക കേട്ടോ, പറ്റുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യാം. പിന്നെ വേറെ എന്താണ്, അപ്പൊ നിങ്ങൾ ഇനി കോൺവെക്കേഷന് വരുമ്പോ മിണ്ടാതിരിക്കോ അതോ ഒന്ന് സംസാരിക്കോ? അറിയില്ല. ഓക്കെ, വരാൻ പറ്റുമെന്ന് അറിയില്ല. വരുന്നവര് സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആരൊക്കെയാണ്. നിങ്ങൾ വന്ന് പറയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മൾ ഇത്രയും ഒരു കോഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, പിന്നെ അതിന്റെ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിലൊക്കെ കാണാം. പിന്നെ പ്രീതിയുടെ ഒക്കെ വീടൊക്കെ എവിടെയാണ്? ഇവിടെ അടുത്തൊക്കെ തന്നെയാണോ? അല്ല മാം, ആലപ്പുഴ ഹരിപ്പാട്. ആലപ്പുഴ ഹരിപ്പാടാണ്. ഓക്കെ, അതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ തിരക്കില്ലേ, ഒന്നില്ല ആഴ്ചയിൽ ഒരു ദിവസമല്ല ഞാൻ വന്നോണ്ടിരുന്നത്. അപ്പൊ പിന്നെ അന്നേരം നമ്മൾ കൂടുതൽ വർത്താനം പറഞ്ഞാൽ നമ്മുടെ പോർഷൻസ് തീരില്ല. ഇതിപ്പോ കറക്റ്റ് ആണ് നമ്മൾ ആ പോർഷൻസ് തീർത്തത്. അത്രയും ടൈം നമുക്ക് ഇവിടെ അലൗ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ആ പോർഷൻസ് തീർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ സംസാരിക്കാത്തത്. എങ്കിലും പേരുകളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങള് നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം, ബാക്കിയൊക്കെ നിങ്ങൾ ഇരുന്ന് നോക്കാം, പഠിക്കുക, നല്ല രീതിക്ക് എക്സാം എഴുതുക, നല്ലൊരു ജോലി കിട്ടട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ട് കയറിയവരുണ്ട് അല്ലേ, വീട്ടില് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോലി തിരക്ക്. ചിലർ ഓഫീസിൽ നിന്ന് കയറി ജോലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എക്സാം വരേക്കും നമ്മൾ ഇതുപോലെ തന്നെ കഷ്ടപ്പെടുക. ആ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ എക്സാം വരേക്കും രാവിലെ 1 മണിക്കൂർ എന്തായാലും നമ്മൾ മാറ്റി വെച്ചതല്ലേ, ആ സമയം പഠിക്കാൻ കേട്ടോ. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവുമല്ലോ. അപ്പൊ ആ സമയം പഠിക്കാൻ നല്ലോണം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അത് മാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ജോലി പെട്ടെന്ന് കിട്ടട്ടെ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് കോഴ്സ് ചെയ്തത്. മാർക്ക് കിട്ടി നല്ല ജോലിക്ക് കയറാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കോൺവെക്കേഷനൊക്കെ വന്ന് കാണാൻ പറ്റുന്നവര് വന്ന് സംസാരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.